ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഇന്ന് നല്ലൊരു ബീഫ് സ്റ്റൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണിത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്കിതൊന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസമുണ്ടാകാം. പ്രഷർ നല്ലതുപോലെ പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. എരിവിന് വേണ്ടി 5 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റു വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റും 1/4 കപ്പ് ഗ്രീൻ പീസും 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പൂ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് ഏകദേശം ഓരോ ടേബിൾ സ്പൂൺ വീതമുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതിയാകും. 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് 2ാം പാൽ ചേർക്കാവൂ. ഈ വെജിറ്റബിൾ എല്ലാം 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 2 കപ്പ് 2ാം പാലുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 2ാം പാലിലാണ് വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലിൽ വെജിറ്റബിളൊക്കെ വേവിച്ച് തയ്യാറാക്കുന്ന സ്റ്റൂവിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റബിളൊക്കെ പാകത്തിന് വെന്ത് വന്നോന്ന് നോക്കാം.
ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ബീഫും വെജിറ്റബിളും ഒക്കെ ചേർത്ത് ഒന്ന് അല്പസമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിളും ഈ ബീഫും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 പാൽ ചേർക്കാനുണ്ട്. 1/2 കപ്പ് 1 പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കരുത്. ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് കൂടി ഞാൻ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാഷ്നട്ട്സ് വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. കാഷ്നട്ട്സ് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. ഇതിലേക്ക് 6 കാഷ്നട്ട്സാണ് ഇപ്പോൾ ചേർത്തത്. ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്